Nuane foda kudus nganga ay kauda asute kauda nganga Aba wasidaya mama ay nganga tai watishkinga Nuane foda kudus nganga ay kauda asute kauda nganga Aba wasidaya mama ay nganga tai watishkinga Nuane foda kudus nganga ay kauda asute kauda nganga Aba wasidaya mama ay nganga tai watishkinga എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഓ ഗൈസ് നോക്കൂ, 4:30 എണീറ്റ് കപ്പഡോക്കയിലെ ബലൂൺ പൊങ്ങുന്ന കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ഈ യാത്രയിൽ ആദ്യമായിട്ടാണ് ഇത്ര രാവിലെ എണീക്കുന്നത്. രാവിലെ തന്നെ കിടിലം സ്കൈയും കിടിലം കാലാവസ്ഥയാണ്. ഗൈസ് നോക്കൂ, ഇന്നലെ ലാസ്റ്റ് നമ്മൾ വന്ന ആ സ്ഥലത്താണ് നമ്മളുള്ളത്. കുറെ ദൂരം ഞങ്ങൾ വണ്ടി ഓടിച്ച് ഞങ്ങളുടെ വണ്ടീനെ അങ്ങനെ ഈ കാണുന്ന സ്ഥലത്ത് കൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തി. ഇവിടെ ഇഷ്ടം പോലെ ക്യാമ്പേഴ്സ് ഇതേപോലെ ഞങ്ങളെ പോലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇങ്ങനെ ചറപറ കിടക്കുന്നുണ്ട്. യെസ് ഗൈസ് നോക്കൂ, ഓരോന്നായിട്ട് ഇത് നോക്കിയേ, ഓരോന്നായിട്ട് തുടങ്ങിട്ടോ. ഈ സമയത്താണ് കറക്റ്റ് നമുക്ക് കിട്ടുക. ഇത് കണ്ടോ, ഇത് ഓരോന്നൊക്കെ ആകാശത്ത് ഇതേപോലെ 1, 2, 3 ആയിട്ട് പൊങ്ങി തുടങ്ങി. കൈസ് മൊത്തത്തിലായിട്ടില്ല. മൊത്തത്തിലാവുമ്പോ എവിടെയാടാ അങ്ങോട്ട് ഇവിടെ ഇത് പൊങ്ങുമ്പോഴായിരിക്കും ഏറ്റവും ലുക്ക് കേട്ടോ. ഇതാണ് ഏറ്റവും അടുത്ത് നിന്ന് പൊങ്ങുന്നത്. ഓഹ്, എന്താ സൗന്ദര്യം, എന്താ ലുക്ക്. എത്ര വണ്ടികളാന്നറിയാമോ ഞങ്ങളെ പോലെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഇങ്ങനെ വന്ന് കിടക്കുന്നത്. ലൈറ്റ് ഇട്ടൂടെ നമ്മളെ പോലെയുള്ള കാണണ്ടേ അല്ലേ? ഏതാണ്ട് $100 ഈ ഒരു സംഭവത്തിൽ കയറാൻ ഒരാൾക്ക് പെർ പേഴ്സൺ. ഗ്രൂപ്പ് പോലെയാണ്. നമ്മൾ ചൈനയിൽ കയറിയ പോലെ ആള് കുറഞ്ഞാൽ വീണ്ടും കാശ് കൂടും. ഇവിടെ പൊങ്ങി തുടങ്ങി കേട്ടോ. എടാ ലിബിനെ കലക്കി
പൊളിച്ചു. ക്ലൈമറ്റ് ഇപ്പൊ അങ്ങോട്ട് റെഡി ആവുമ്പോൾ നമുക്ക് നല്ല കിടിലം വിഷ്വൽ കിട്ടും കേട്ടോ. ഒന്ന് ക്ലൈമറ്റ് മാറണം, അതായത് മീൻസ് ലൈറ്റ് ഒന്ന് തെളിയണം. ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചറവറ പോകുന്നതാണ്. ജീവിതത്തിൽ കാണേണ്ട ഒരു അപൂർവ കാഴ്ചയാണ്. പലതും ചൈനീസ് കമ്പനികളുടെ പരസ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങോട്ട് നോക്കി, ഇത് ഇവിടെയൊക്കെ ഓരോന്നായിട്ട് പൊങ്ങി ആകാശത്ത് പൊങ്ങി തുടങ്ങി കേട്ടോ. ഗൈസ് നോക്കൂ, കപ്പഡോക്കയിൽ വന്നു കഴിഞ്ഞാൽ ഭൂഗർഭ നഗരം 2, ഈ ബലൂൺ, പിന്നെ നമ്മൾ ഇന്നലെ പോയ ആ ഒരു പാലസിന്റെ ഏരിയ, വെരി നൈസ് പ്ലേസ്. രാവിലെ എണീക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് വന്നിട്ട് ഇത് തപ്പി ഈ നാട് മൊത്തം നടന്നു. അവസാനം ഞങ്ങൾ ഒരാളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു തന്നെ ഇതിന്റെ കേസും ഇത് ഇങ്ങനെയാന്നുള്ളതും. ഇപ്പൊ ഓരോന്നായിട്ട് പല സ്ഥലത്തുനിന്ന് പൊങ്ങൽ തുടങ്ങി, കണ്ടമാനം പൊങ്ങൽ തുടങ്ങി. നമുക്ക് കുറച്ച് ഇതൊന്നും അല്ല കേട്ടോ, ഡ്രോണൊക്കെ എടുത്ത് കീറ്റാൻ നമ്മൾ റെഡി ആയി നിൽക്കുവാണ്. ഒരു ലൈറ്റ് അല്ലേ, ലൈറ്റ് വന്നാലേ കാര്യമുള്ളൂ. ഗായ്സ് നോക്കി, സാധനം പൊങ്ങി കേട്ടാ, പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്ത് രസമാന്ന് നോക്കി, പൊങ്ങി വരുന്ന കാണാൻ വേണ്ടി. ഗായ്സ് നോക്കി, പൊങ്ങി ഓരോരുത്തരായിട്ട് പോന്ന് നോക്കി, ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടി വരുന്നേ. ഗൈസ് നോക്കൂ, എന്റെ ദൈവമേ, ഒരു ഏതാനും നിമിഷങ്ങൾക്കുള്ളില് ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഹോട്ട് ബലൂൺ. ഗൈസ് നോക്കൂ, ഇത് കണ്ടോ, ഓരോന്നൊക്കെ മേളിലേക്ക് പൊങ്ങി തുടങ്ങി. ഇവിടുത്തെ ഏകദേശം പൊങ്ങി തുടങ്ങി കേട്ടോ. എന്താ രസമെന്ന് നോക്കിക്കേ. ഒരു അസാമാന്യ വ്യൂ, ഒരു അസാമാന്യ കാഴ്ച. എന്റെ ദൈവമേ, രാവിലെ തന്നെ കിടന്ന് അലറാൻ വയ്യാത്തോണ്ടാട്ടോ, അല്ല ഞാൻ കീച്ചാൻ ഇന്നത്തെ ദിവസം പിന്നെ തൊണ്ട മൊത്തം പോകും. ഇതേ പൊങ്ങി തുടങ്ങി. ഇപ്പോഴാണ് ആ പാട്ട് കണ്ടേ, നോക്കൂ കാണൂ ഈ പ്രപഞ്ചം. ഇവനെ അവിടെയൊക്കെ പൊങ്ങുന്നുണ്ട് കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ ഓരോന്നായിട്ട് പൊങ്ങി തുടങ്ങുന്നുണ്ട്. പൊങ്ങിയില്ലെന്നേ ഉള്ളൂ, പൊങ്ങാൻ തുടങ്ങുന്നു. കൊണ്ട് ലേറ്റ് ആയിട്ട് ഇവർക്ക് പൊങ്ങിയാൽ മതി. എനിക്ക് തോന്നുന്ന സംഭവം അറിയാവനെ, ഈ സമയത്ത് ഇവിടുത്തെ വ്യോമഗതാഗതം എല്ലാം നിർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നത് ഈ ടൈം വെച്ചാക്കുന്നത്. ഇതിനെന്താ ടൈം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഈ ഇടയ്ക്കാട്ടോ മനസ്സിലായി. ഇത് നോക്കി, നൈസായിട്ട് ചെറുതായി ഓരോന്നായിട്ട് പൊങ്ങുവാണ്. അങ്ങോട്ട് പൊങ്ങി കഴിഞ്ഞൊരു കാഴ്ച ഉണ്ട് എന്റെ മോനെ, അതൊരൊന്നൊന്നര കാഴ്ച. നോക്കി, ഈ കാഴ്ചയാണ് ഞങ്ങൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാവർക്കും ഉണ്ട് ഇതുപോലത്തെ ക്രേസ്. അല്ലെ പിന്നെ ഇത്രയും വണ്ടികൾ ഇവിടെ വന്ന് കിടക്കുകയല്ലോ അല്ലേ ലിബിനെ? എന്തോരം വണ്ടികളാന്ന് നോക്കിയ ക്യാമ്പർ എന്തിനാ ഇവിടെ അടിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഏറ്റവും വ്യൂ കിട്ടുന്ന സ്ഥലമാണ് ഈ സ്ഥലം. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നത് കേട്ടോ. ഗൈസ്, സൂര്യനൊന്ന് ഇങ്ങോട്ട് വന്ന ഇവിടുത്തെ സമയം കറക്റ്റ് 5:30 ആകുമ്പോഴത്തേക്കും ബലൂണുകൾ പൊങ്ങി തുടങ്ങും. അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പാണ്, എന്നാൽ അത്ര വലിയ തണുപ്പുകളില്ല. ഗൈസ്, ഇവിടെ എത്ര എണ്ണമാണ് പൊങ്ങുന്നത്. അവിടെയൊക്കെ ഇനി പൊങ്ങാനുണ്ട്. ഈ ആകാശം മൊത്തം പൊങ്ങുന്ന എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ തൊട്ടടുത്ത് ഇതാ ബലൂണുകൾ പൊങ്ങി. ഇതെങ്ങനെയാണാവോ കൺട്രോൾ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കൺട്രോൾ ചെയ്യാൻ എന്താണ്, ആൾക്കാർ കാണും, അല്ലാതെ ആൾക്കാരെ കയറ്റി വിടൂലല്ലോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പലതിനും ചൈനീസ് കമ്പനികളുടെ പരസ്യങ്ങളാണ് കണ്ടമാനം കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് എത്ര എണ്ണമാടാ. ഇനിയും ഇത് പൊങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ, ഇതുവരെ പൊങ്ങി മൊത്തം ആയിട്ടില്ല. ഈ ബലൂൺ മൊത്തം നിറയണം. ഈ ഒരു ഇതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അകത്തോട്ട് തീ ഇങ്ങനെ കറക്റ്റ് ആക്കി കൊടുക്കും. കൂട്ടിടിച്ചു പോകുന്നു ഒരുമിച്ച്. അതൊക്കെ അവർ കറക്റ്റ് ആക്കി വിടും കേട്ടോ. അത്ഭുതം. ഗൈസ്, നിങ്ങൾ ആ വ്യൂ നോക്കിക്കേ. നമ്മുടെ വണ്ടി തൊട്ടു ഫ്രണ്ടില് കേരളത്തില് കണ്ണൂരില് സുൽത്താൻ ബത്തേരിയിൽ ജനനം നൽകിയ വാഹനം ഇന്ന് തുർക്കിയുടെ കപ്പഡോക്കയിൽ വന്ന് ഈ മഹാകാഴ്ചയിൽ പങ്കുചേരുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. ഗൈസ് നോക്കൂ, ഓരോന്നായിട്ട് അങ്ങനെ പൊങ്ങിത്തുടങ്ങി. എന്റെ ദൈവമേ, എന്തു രസമാണെന്ന് നോക്കി ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി. ചില സർവീസുകൾ പൊങ്ങി കാണുന്നു, ചില സർവീസുകൾ താന്ന് കാണുന്നു. സർവീസ് എന്ന് പറയുന്നത് ഷട്ടിൽ ബസ് അല്ലല്ലോ ഇവരെ, അതും പറയാലോ. ഇത് സർവീസ് ആണല്ലോ കൊടുക്കുന്നത്. നമ്മുടെ വണ്ടിക്ക് അത് ഹീറ്റർ ഉണ്ടോ, അതാണ് ഹൂ എന്ന് കേൾക്കുന്നത് കേട്ടോ. എന്തോരം വണ്ടികളാണ്. ഇത് അവിടെയും ക്യാമ്പേഴ്സ് കിടപ്പുണ്ട് കേട്ടോ. ഇതാ കിടക്കുന്ന ക്യാമ്പ് അടിച്ചാൽ മതിയായിരുന്നു കേട്ടോ. അവിടെ നല്ല കിടിലം. എടാ, ഇവരൊക്കെ 2, 3, 4 ദിവസമായിട്ട് വന്ന് കിടക്കുന്നത്. ഇവർക്ക് ഐഡിയ അറിയാം. ഞാൻ കണ്ടു, എന്റെ കണ്ണ അങ്ങോട്ടാ. ഗൈസ് നോക്കിയേ, എന്ത് രസവാ, എന്നെ കാഴ്ചയാന്ന് നോക്കിയേ. എന്റെ ദൈവമേ, ഓരോന്നിലും 5, 6, 7, 8 ആൾക്കാരെ കൊണ്ടാണ് ഈ സാധനം പറക്കുന്നത്. ഒന്ന് ലൈറ്റ് വന്നിരുന്നെങ്കിൽ കൊതിച്ചു പോകുക കേട്ടോ. എന്ത് രസവാ, കുറെ അധികം പൊങ്ങി. ഇനിയും ബാക്കിയും കൂടെ പൊങ്ങ എന്തോരം അവിടെ കിടക്കുന്നത് നോക്കി. വലുത് ഇഷ്ടം പോലെ ആൾക്കാർ ഈ ഒരു കാഴ്ച അടുത്ത് കിട്ടും കേട്ടാ. ഇത് അടുത്ത് സൗണ്ട് ഉണ്ട്. അതിന് അങ്ങനെ താത്തി കൊണ്ടുവരുന്ന നോക്കി. അതാ സൗണ്ട് കേട്ടോ. എന്ന് പറഞ്ഞത് ബലൂൺ നിറയ്ക്കുവോ. എങ്ങനെ പോയാലും അതിനെ താന്നു പോന്നേ. എങ്ങനെ പോയാലും ഒരു വണ്ടീൻ്റെ അകത്ത് 20 പേരൊക്കെ കാണും. ഉറപ്പല്ലേ? ചില ആൾക്കാരെ പൊക്കി കൊണ്ടുപോകുന്നു, ചില ആൾക്കാരെ താത്തി കൊണ്ടുപോകും. ഇത് മാത്രം താന്നു പോന്നേടാ ലിവിനെ. ആ വണ്ടികളും താന്നാ പോന്നേതാ. ഇത് നോക്കിയേ, ഇങ്ങോട്ട് നല്ല വ്യൂ. ഇതിങ്ങനെ പിടിച്ചാൽ തന്നെ കിടിലൻ ലുക്കാട്ടോ. ഇത് നാട്ടിലത്തെ
ഫ്ലൈറ്റ് ബസ് കിട്ടുന്ന സൈഡ് സീറ്റ് എല്ലാവരും പിടിച്ചാക്കുക, അതാണ് വിഷയം. നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല. അടുത്തടുത്ത് ഇതാണ് ഇപ്പൊ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന കിടിലം കാഴ്ച. ദൈവം, ഇത് എങ്ങോട്ടേ വരുന്നേ? തട്ടുവോ? ഇല്ല, അത് അവിടുന്ന് ലാൻഡ് ചെയ്യാനാന്ന് തോന്നുട്ടോ. എങ്ങനെ ലാൻഡ് ചെയ്യാം? ലാൻഡ് ഒന്നും ചെയ്യില്ല ഇപ്പൊ ഒന്നും, അങ്ങനെ ഒന്നും ലാൻഡ് ചെയ്യൂല. ഇതാണ് ഉള്ളതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ കേട്ടോ. അങ്ങും മേളിലൊക്കെ ഓരോന്നും ഉണ്ടോ? നമുക്ക് അങ്ങോട്ട് പറയാലോ. അതിനാ അവിടെ നല്ല വ്യൂ ഉണ്ട്. ഇതിനെ കൺട്രോളിങ്ങും പിന്നെ അതേപോലെ തന്നെ ഇതിലെന്തോ രീതികളൊക്കെ ഉണ്ട് ഈ സാധനം പൊക്കുന്നതിന്. എത്ര പേരാണ് അതിന്റെ അകത്ത്? എന്തോ കല്ലിന്റെ അടുത്ത് വരുന്ന നോക്കി. ഇത് മൊത്തത്തിലൊരു സൗണ്ട് ആട്ടോ. എനിക്ക് തോന്നുന്നു നോക്കാൻ നേരത്തെ ഒരു വലിയ സൗണ്ട് ഉണ്ടോ? ഗൂഗിൾ വിളിച്ചു പറഞ്ഞു നമ്മളിവിടെ ഉണ്ടെന്ന്. നമ്മൾ കയറി കഴിഞ്ഞാൽ ഇത്ര വ്യൂ കിട്ടത്തില്ല കേട്ടോ. നമ്മൾ ഇതേപോലെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ വ്യൂ കിട്ടും. കാശ് കൊടുത്ത് പോകുന്നവർക്ക് വലിയ ഇത് കിട്ടൂല, പുറത്തോട്ട് കാണുന്നവർക്ക് അത് അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് ഓരോ സ്ഥലത്ത് സ്റ്റോപ്പിംഗ് അല്ലേ ഇവനെ? സ്റ്റോപ്പിംഗ് ഉണ്ട്, പൊക്കിയിട്ട് ഓരോ സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തേക്കുക. എന്നിട്ടൊരു 1.5 പെടുത്തമായിരിക്കും കേട്ടോ ഗൈസ്. ഇതെനിക്ക് തോന്നുന്നു ഇങ്ങനെ താത്തി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അവിടുന്ന് ഒരു നല്ലൊരു പ്രകാശം വരും. ആ പ്രകാശത്തില് ഈ കാണുന്ന ഹോട്ട് ബലൂൺ കാണാൻ അതിമനോഹരമായി 100% നിർത്തുന്നത്. എല്ലാരും ഇങ്ങോട്ടാണല്ലോ ഒന്ന് നിർത്തുന്നത്. ആ വശത്തോട്ട് കേട്ടോ കണ്ടമാനം പോകുന്നത്. ഇയാള് നല്ല മനുഷ്യനാട്ടോ. നമ്മൾ എടുത്തോട്ട് വന്നല്ലോ, നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യം വന്നില്ലല്ലോ. സൗണ്ട് കേട്ടോ, നിങ്ങള് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഈ സമയത്താ കാണണ്ടേന്നാ പറയുന്നത്. കാരണം ഒരു പിന്നെ ഇതിനകത്ത് ഫ്ലെയിം വരാൻ നേരത്ത് ഭയങ്കര ലുക്ക് ആയിരിക്കും. ആ മഞ്ഞയിലേക്ക് നോക്കിയാണേ, ആ മഞ്ഞയിലേക്ക് ഫ്ലെയിം. ഇത് റൂട്ടാട്ടോ, ഇതൊരു റൂട്ടാ അടുത്ത് ഇറങ്ങി വരുന്നുണ്ട്. അതിലേക്ക് ഇങ്ങനെ ഫ്ലെയിം വരും. ആ ഫ്ലെയിം, ആ മഞ്ഞാണ്, നിങ്ങൾ നോക്കിയോട്ടോ. ആ ഫ്ലെയിം വരാൻ നേരത്ത് ഭയങ്കര ലുക്കായിരിക്കും. ഇത്ര മനോഹരം. ഇത് കണ്ടോ കണ്ടോ ആ മഞ്ഞിൽ കണ്ടോ എത്ര മനോഹരം. എത്രയാണോ പൊങ്ങുന്നെന്ന് നോക്കി. വേറെ കാഴ്ച ഇത് നോക്കിയോടാ ലിബിയെ, എന്ത് രസമാണ് കാണാൻ വേണ്ടി. റൂം പോലത്തെ സെറ്റപ്പാണ് എനിക്ക് തോന്നുന്നത്. ഡ്രൈവറിനെ ഒന്നും കാണുന്നില്ല, പിന്നെ എങ്ങനെ ഇത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന്. അതിന്റെ മേളിൽ ഓപ്പറേറ്റർ ഉണ്ടാവും. മേളിൽ വന്നു കഴിഞ്ഞാൽ അയാൾ തട്ടിപ്പോവും, കത്തിപ്പോവും. തീയല്ലേ അതിനകത്ത് വരുന്നത്. എന്താ രസം. ഒരു ഫോറിനർ ഞങ്ങളോട് പറയാ, ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് നോട്ട് ദിസ് ഗൈസ്. നമുക്ക് പുള്ളി എവിടുന്ന് വന്നാന്ന് അറിയത്തില്ല. അപ്പൊ പുള്ളിക്കാരൻ ഞങ്ങളുടെ വാഹനം മൊത്തം കറങ്ങി നോക്കുവാണ് ഗൈസ്. പുള്ളിക്കാരനെ ഞങ്ങളുടെ വണ്ടി ഒന്ന് നോക്കുക, എന്താ ഫ്രെയിം നോക്കിയേ. പുള്ളിക്കാരൻ എന്തെങ്കിലും അസുഖം ഉണ്ടോ? ഇത്ര നല്ല സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ എടുക്കുന്നത് അല്ലേ? അതങ്ങനെ പറഞ്ഞോ. എന്താ ഗൈസ് നോക്കിയേ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ, കളം മാറി. ഇത് റൂട്ടാട്ടാ. അവിടുന്ന് പറഞ്ഞാൽ വരുന്നുണ്ട്, നടന്നല്ലല്ലോ, പറന്ന്. എന്റെ പൊന്നെ, ഇത് 1 ഗൈസ്, ഇത് 2. എന്താ ഫ്രെയിം. വൈഡ് ഇടാനുള്ള സെറ്റപ്പ് ആയിട്ടില്ല കേട്ടോ. വൈഡ് ഇട്ട് കഴിഞ്ഞുള്ള പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കാണാം. ഇത് അങ്ങ് പോവുക, അങ്ങനെ ഇന്ന സ്ഥലമൊന്നും ഇല്ല കേട്ടോ. ഇതെല്ലാം എവിടുന്നോ ഫ്ലൈ ചെയ്ത് ഏതോ ഒരു സ്ഥലത്തോട്ടാ പോകുന്നു. ബാസ് നോക്കിയേ, അതിൻ്റെ അതൊക്കെ ആളാട്ടോ നിറച്ചും. It is very nice place, very beautiful place, guys. It is amazing. ബലൂൺ ഓക്കെ ഗൈസ്, ഒരു ബലൂണിൽ 13 പേര് കാറ്റിനനുസരിച്ചാണ് ഇത് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഇന്നലെ ഇതിൽ സഞ്ചരിച്ച. ആയിക്കോട്ടെ, ഇത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ഫോട്ടോ. ഒരാൾക്ക് $200. ഇറ്റ് ഈസ് വെരി ഹ്യൂജ് എമൗണ്ട്. മിസ്റ്റർ ലിബിൻ യൂറോ കൊടുക്കുന്നുണ്ട്, ഡോളർ കൊടുക്കുന്നില്ല. അപ്പൊ യൂറോയ്ക്ക് വില കൂടുതൽ. ഗൈസ് ഇത് നോക്കി, എല്ലാം കൂടെ വന്നിപ്പോ അവിടെ അടിഞ്ഞു കേട്ടോ. ഒരു ഡ്രോൺ പറത്തണമെങ്കിൽ നമ്മൾ 1 മണിക്കൂർ ഉണ്ടാവും പറഞ്ഞാൽ മേ ബി 6-7 o'clock ദിസ് ക്ലോസിംഗ് മറ്റേ ഇംഗ്ലീഷിൽ മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡ്രോൺ പറത്താൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാത്ത് നിൽക്കുവാട്ടോ. ഇതാണ് അവനെ. പിന്നെ ഡ്രോൺ പറത്തുമ്പോൾ സൂക്ഷിക്കണം, അതിന്റെ അടുത്ത് പോകരുത്. എന്റെ പൊന്നെ, ആ ബലൂൺ എല്ലാം ഈ വശത്തോട്ട് വന്നു കേട്ടോ. എടാ, ഇത് എന്ത് ഫീലിംഗ് ആണെന്നറിയാവോ? ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആട്ടോ. ഈ തണുപ്പും കൂടെ കൊള്ളാൻ നേരത്ത് നല്ല സുഖമാണ് അല്ലടാ ലിവിനെ? ഇത് നോക്കിയേ, ഇവൻ പറഞ്ഞ പോലെ കുറെ ചൈനീസ് കമ്പനിയുടെ പരസ്യമുണ്ട്. ഇഷ്ടം പോലെ ചൈനീസ് കമ്പനികളുടെ പരസ്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് ഓരോ ബലൂണിലേക്ക് നോക്കാൻ കാണാൻ ചൈനയുണ്ട്, കൊറിയൻ ഉണ്ട്, ജാപ്പനീസ് നോക്കാൻ നേരത്തെ ഇതൊരു പരസ്യം. ഇവർക്ക് നോക്കാൻ നേരത്തെ ഒരു വരുമാനമാണ്. നമ്മളെപ്പോലെ ഉള്ളവർക്ക് ഇത് കാണാൻ നേരത്തെ ഒരു മനസ്സുഖമാണ്. പൊങ്ങി മോനെ അങ്ങെത്തി. ഇതൊക്കെ നമ്മുടെ അവിടെ ചെയ്യാൻ പറ്റിയ നല്ല സംഭവം അല്ലേ? അതെ, കൊച്ചി പൊക്കിയ കൊയിലാണ്ടി താഴും. അല്ല, ഇത് നമ്മുടെ പാലക്കാട് പൊക്കിയതാ, മറ്റേ എന്നിട്ട് വേറെ എവിടെ താന്നു അല്ലേ? ഗൈസ് നോക്കൂ, എന്തോ രസം. അതിനകത്ത് ആ ഫ്ലെയിം പോകുമ്പോഴാട്ടോ ബ്യൂട്ടി. ഒരുത്തൻ മാത്രം ഇത് തലതിരിഞ്ഞ് പോകുന്നു കേട്ടോ. എങ്ങോട്ടാന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല. പുള്ളിക്കാരൻ്റെ ഇഷ്ടത്തിന് പോവാണ്. അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളുണ്ട്. ഞാൻ ഓരോ ബലൂണും നിങ്ങളെ കോൺസെൻട്രേഷൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഭംഗി മനസ്സിലാവും. ഇതിന്റെ അകത്ത് ഇറക്കുന്നുണ്ട്, ചില വണ്ടികൾ ഇതിനകത്ത് ഇറക്കുന്നുണ്ട്. ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല. ഏതായാലും 1 hour ആണ്. 1 hour നമുക്ക് ഈ കാഴ്ച നമുക്ക് തുടർച്ചയായി കണ്ടോണ്ടിരിക്കാം. ഇവിടെ എണ്ണം കൂടി. ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ എത്ര ആളുകളാന്ന് നോക്കിയാൽ ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഇഷ്ടം. സായിപ്പന്മാരൊക്കെ ചായ കുടിച്ചോണ്ടാണ്. എന്താ ചെയ്യാ? അതിന്റെ സൗണ്ട് നോക്കി. ഇതിന്റെ അത് കറക്റ്റ് നിങ്ങൾ നോക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. അതിന്റെ ചീറ്റും ഉണ്ടോ? ഇങ്ങനെയാണ് സംഭവം. ഇങ്ങനെ ഇത് എയറിനനുസരിച്ചാണ്
അതായത് കാറ്റിനനുസരിച്ചാണ് ഈ സാധനം സഞ്ചരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. എൻ്റെ അമ്മോ, വെരി നൈസ്. ഒരാൾ ഇവിടെ ഇറക്കാനുള്ള അങ്ങേ തലയിലും കണ്ടമാനം ബലൂണുകൾ ഇതേ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ തൊട്ട് ഇങ്ങോട്ട് നോക്കിയേ. ഒരു കാര്യം, ഇനി എത്ര പൊങ്ങാനുണ്ടെന്ന്. ഒരു സെറ്റ് വന്നു, അടുത്ത സെറ്റ് അവിടുന്ന് പൊങ്ങുന്നു. അടുത്ത സെറ്റ് അവിടുന്ന് പൊങ്ങാൻ വേണ്ടി ഇരിക്കുക. ഈ ഒരു ക്ലൈമറ്റ് ഒന്ന് മാറട്ടെ. നമ്മൾ ഒരു വിടലുണ്ട്, ആ ഒരു ദൃശ്യം അത് നിങ്ങൾ കാണേണ്ട സംഭവം കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ. ആകാശത്തൂന്ന് ഇത് കാണുന്നത്. പക്ഷെ ഇത് വളരെ കെയർഫുൾ ആയിട്ട് വേണം നമുക്ക് ഡ്രോണൊക്കെ പറത്താൻ വേണ്ടി. എന്നിട്ട് കാര്യം ഒന്നും സംഭവിക്കരുത്, തൊടരുത്, അങ്ങോട്ട് ചെല്ലരുത്. നൈസായിട്ട് ഈ മഞ്ഞ കിട്ടില്ലാട്ടോടാ. എന്താ ലുക്ക്, എന്തോ രസം. നോക്കിയാ തീ പോകുന്ന നോക്കിയാ അതിനകത്തുനിന്ന്. ഇത് പെട്രോൾ ആണോ ഡീസലാണോ ഗ്യാസ് ആണോ എന്താന്നുള്ള കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. അങ്ങനെ എന്തോ ഒന്നാണ്. എടാ കളം മാറി കേട്ടോ. എല്ലാരും ഇങ്ങോട്ട് വരുവാ. ഇനി ഇവിടെ ഇങ്ങോട്ട് വന്നല്ലേ ഇവനെ. ഒരാള് ലാൻഡ് ചെയ്യാനുള്ള വാ, നിർത്ത് കായം വേണേ തരാം വാ. ഗൈസ്, ഇത്ര നേരം വരെ നമ്മൾ കണ്ട പോലത്തെ കാഴ്ചയല്ല. കളം മൊത്തം മാറി ഫുള്ള് വേറെ ലെവലിലേക്ക് സംഭവത്തി. ഫുൾ ഈ ആകാശം, ഈ കാണുന്ന സ്ഥലം മൊത്തം ഹോട്ട് ബലൂൺ കൊണ്ട് നിറഞ്ഞു. ഇത്രയും കിടിലൻ കാഴ്ചയൊന്നും ഞങ്ങൾ ജീവിതത്തിൽ വിചാരിച്ചില്ല. ഇന്നലെ ഞങ്ങൾ വരാൻ നേരത്ത് ഇത് തപ്പി ഞങ്ങൾ ഉച്ചയ്ക്ക് നടന്നു. അപ്പോഴാണ് മനസ്സിലായത് രാവിലെയാണ് ഇതിന്റെ അതിപ്രസരവും ഇതിന്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങുക എന്നുള്ളത്. ഏതാണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് കിടിലൻ കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇതെല്ലാം കൂടെ പൊങ്ങട്ടെ, എന്നിട്ട് നമുക്ക് ഒരു കലക്കണം അല്ലേ ലിബിനെ? എനിക്ക് തോന്നുന്നതെന്നു ചോദിച്ചാല്, അതായത് ഈ മറ്റേ വെളിച്ചം വരുമ്പോഴത്തേന് ഈ സാധനം നിൽക്കും. അത് ഉറപ്പാ, വെളിച്ചം വരുമ്പോഴത്തേന് നിൽക്കും ഇത്. ഗൈസ്, ഇതാണ് നമ്മൾ പറയാറ്. അതായത് ഒരു സ്ഥലത്ത് ഒരു കട, അതേപോലത്തെ ഒരു 5-6 കട വന്നു കഴിഞ്ഞാൽ ലുക്ക് കൂടും എന്ന് പറഞ്ഞ പോലെ ഒരു ബലൂൺ ആണെങ്കിൽ വലിയ ലുക്ക് ഉണ്ടാവില്ല. ഒരു ബലൂൺ ആണ് ഇതൊന്നും കാണാൻ വേണ്ടി ആരും വരില്ല. ബലൂൺ ആയതുകൊണ്ടാണ് ഇത് ആൾക്കാർ കാണാൻ വേണ്ടി. യെസ്, അത്രയും ബലൂൺ ഉള്ളതുകൊണ്ടാണ് ഇത് ഇത്ര സൗന്ദര്യത്തോടുകൂടി നിൽക്കുന്നതും ഇത്ര ആളുകളുടെ കാണാൻ വേണ്ടി അടിച്ചു കൂടിയാക്കുന്നത്. അതാണ് പറയുന്നത്, ഒരു കട തുടങ്ങിയെന്നോടത്ത് മറ്റു കട തുടങ്ങി. ഫോട്ടോ ഷൂട്ടിംഗ്, ഇതാ വെഡിങ് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന. ഗൈസ്, വെഡിങ് ഷൂട്ടിംഗ് അതുപോലെയുള്ള ബിരിയാണി കല്യാണം കഴിഞ്ഞു. അതെ, എന്താ രസം. ഞങ്ങൾക്കാണല്ലോ ബോധമൊന്നുമില്ല കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതാണല്ലോ. അപ്പം ഒരു എന്താ പറയാ തണുപ്പ് ഇതെല്ലാം കൂടെ ഞങ്ങൾ കിളി മാറി. പെട്രോൾ പമ്പർ എന്തൊക്കെയാ പറഞ്ഞു. രാവിലെയാണ് ഞങ്ങൾ എണീറ്റ് വരുന്നത്. എന്താടാ രസം. ഇനി പൊങ്ങട്ടെ കേട്ടോ, കുറെ കൂടെ പൊങ്ങട്ടെ. അവിടെ ഉണ്ട് ഇതല്ലേ ഈ കാണുന്ന ഇവിടുന്ന് കുറച്ച് പൊങ്ങി വരാനുണ്ട്. അതെല്ലാം കൂടെ പൊങ്ങട്ടെ കേട്ടോ. നോക്കി ഓരോന്നോരോന്ന് എങ്ങനെ പൊങ്ങി പൊങ്ങി. ഇപ്പൊ നല്ല ക്ലൈമറ്റ് വരുന്നുണ്ടോ പുള്ളിക്കാരൻ പറഞ്ഞ. തുണിക്ക് വരും അവിടുന്ന് സണ്ണ് വരിക. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും. സൺ ഈസ് കമ്മിങ്. ഇന്നലെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമ്മളും വെഡിങ് ഷൂട്ടിംഗ്. ഗൈസ്, വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞങ്ങൾ ആ ഒരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ആ ക്ലൈമറ്റ് നോക്കി ഞങ്ങൾ വന്ന് ആ ക്ലൈമറ്റ്. ബട്ട് everyone dream in Switzerland. This one. Switzerland. Switzerland. Norway, Sweden, Finland. And Switzerland here. Switzerland here. Here. Moment, this is not so. Denmark. Here. നമ്മുടെ നടുക്കാട്ടോ സ്വിറ്റ്സർലൻഡ് ഉള്ള. Here, look here. Switzerland, Nestle and Italy here. This is Italy. Now Switzerland not here. Switzerland is here. Italy and here Switzerland. In Switzerland famous. Switzerland famous dairies and watches and bank. Nestle and Rolex, Rado, everything watch company and very big bank network. People also rich. No, people is good. But very expensive. Switzerland. But not everything. For example, a beer here is expensive than in Switzerland. ബിയർ വലിയ എക്സ്പെൻസീവ് ആണ്. പുള്ളിയുടെ ഉദാഹരണം കൊള്ളാം. അതായത് നമ്മുടെ നാട്ടിൽ ഹൻസിന് ഇല്ലല്ലോ, അതുകൊണ്ട് കർണാടക കിട്ടും എന്ന് പറയുന്ന പോലെയാണ് പുള്ളിക്കാരൻ ഈ സംഭവം പറഞ്ഞു. നോക്കി സാധനം പൊങ്ങി 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 പൊങ്ങി. കാഴ്ചകൾ പിന്നെ കൂടെ അങ്ങോട്ട് മാറി കഴിയുമ്പോൾ വെയിലില്ല കേട്ടോ. ഇല്ല, ഉദിക്കും. അവിടെ ഇപ്പൊ സണ്ണ് പൊങ്ങി കഴിഞ്ഞാൽ പ്രത്യേക ലുക്കായിരിക്കും. എന്റെ ദൈവം ഇതന്നെ, എല്ലാരും ഇങ്ങോട്ട് കയറിയല്ലോ. നമ്മുടെ പുള്ളിയുടെ കാർ ആരും കാണുന്നില്ല, നമ്മുടെ കാർ മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ തൊട്ടടുത്തൂടെ ഒരു ബലൂൺ പോയി പോക്ക് നോക്കി. തൊട്ടടുത്ത് ഇത്ര ഒന്നല്ലേ. ഇറ്റ് ഈസ് അവർ ലോക്കൽ ലാംഗ്വേജ്. മലയാളം. In India, 28 state, 28 language. It's very difficult. ആദ്യമായിട്ട് ഒരാൾ അടുത്ത് പോയെന്ന് വെച്ചാൽ ഈ വണ്ടി കേട്ടോ. കുറച്ച് ടാറ്റയൊക്കെ തന്നു കേട്ടോ.
എന്താ രസം ഗൈസ്. ഗായ്സ് നോക്കിയ സണ്ണ് വന്നു, സാധനം എടുത്തു വന്നു, ബലൂൺ നോക്കി. എന്റെ പൊന്ന് ഗായ്സ് നോക്കി, ഇത്ര അടുത്തൊക്കെ ചില സമയത്ത് വരും കേട്ടോ. ഓ എന്ത് ഭംഗിയാന്ന് നോക്കി. എവനെ ഇത് നോക്കവനെ. ഓ ഗായ്സ് സമയം മാറുന്ന നല്ല ക്ലൈമറ്റ് എടുത്ത് വരുമ്പോഴത്തേന് ചിലപ്പോൾ ഇവിടെ ഇറക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പുള്ളിക്കാരൻ പറഞ്ഞ സൈപ്പ് പറഞ്ഞെന്ന് വെച്ചാൽ ഇന്നലെ മൊത്തം ഇവിടെ വണ്ടി ഇറക്കിയായിരുന്നു കേട്ടോ പറഞ്ഞ. എന്റെ പൊന്നെ ഇപ്പൊ അടുത്തടുത്ത് കേട്ടോ നമ്മുടെ ഭാഗത്ത് കാലാവസ്ഥ നന്നായപ്പോ വണ്ടി നമ്മുടെ അടുത്ത്. ഓ ഗായ്സ് ഇങ്ങോട്ട് നോക്കിയ സാധനം വരുന്ന നോക്കി. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് തന്നെ നോക്കുന്നേ. ഇപ്പൊ നമ്മുടെ അടുത്തോട്ട് തന്നെയായി കേട്ടോ ബലൂണ് മൊത്തം. ഇത്ര അടുത്ത് ആ നെപ്പോളിയന്റെ തൊട്ടടുത്ത് കേട്ടോ ബലൂൺ എത്തി കേട്ടോ. എവിനെ പറന്നതിന്റെ സംഭവങ്ങൾ കഴിയാറായി. ഇനി പറന്നതിന്റെ വഴിക്ക് പോവുക എന്നുള്ളേ ഉള്ളൂ. കാരണം പറന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഏകദേശം വെടിക്കെട്ടും പൂരൊക്കെ കഴിയാറായെന്ന് തോന്നുന്നു കേട്ടോ. ഇനി ഒരു 10-15 ഒക്കെ അവിടുന്ന് ഇവിടുന്ന് പൊങ്ങി അത്രേ ഉള്ളൂ. ഇന്നത്തെ ക്ലൈമറ്റ് കൊള്ളൂല. നൈസ് എന്ന് പറഞ്ഞ കേട്ടോ. പോയ സാധനം ഇറങ്ങണ്ടേ, കഴിഞ്ഞിട്ടില്ല. ഇത് ഗൈസ് ഇതേ ഓരോന്നായിട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. എത്ര അടുത്താന്നറിയോ ഓരോന്ന് വരുന്നേ. നോക്കിയേ ഇനിയിപ്പോ ഇവിടെ പൊങ്ങാണ്ട് അവിടെ എവിടെയൊക്കെ പൊങ്ങാണ്ട്. ഇതിപ്പോ നമ്മുടെ വണ്ടിയുടെ അടുത്തൂടെ പോട്ടോ. അടെ ഇതിന് നമ്പർ ഉണ്ട് കേട്ടോ. നമ്പർ പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് ചെറുതുണ്ട് വലുതുണ്ട്. ഒരുമാതിരി ജെറ്റ് വിമാനം പോകുന്നല്ലോ ഇവൻ പോകുന്നത്. നോക്കിക്കേ കൈ സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഇതൊരു ഹ്യൂജ് സാധനമാണ്. ഒരു 5 നില ബിൽഡിങ്ങിന്റെ അത്ര ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനത്തിന്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരു 5 നില ഇതിന്റെ ഹൈറ്റ് അല്ലടാ. ഒരു 5 നിലയുടെ ഹൈറ്റ് ഇതേ പോകുന്നു. നോക്കി ഓടിക്കാൻ അവരുടെ വണ്ടിയുടെ തൊട്ടടുത്തെത്തി. ഗൈസ് ഒരെണ്ണം ഇതിലെ ഇങ്ങനെ പോയിട്ടോ കണ്ടോ. ഇതാന്ന് തോന്നുന്നു പൊക്കാനുള്ള സംവിധാനം, പ്രഷർ കൊടുക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. എന്തോരം ആളുകൾ അത്ത ഇരിക്കുന്നത് നോക്കി. ഇതിനകത്ത് ഫുഡൊക്കെ ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് കറക്റ്റ് അറിയാം. ഇത് ടൂർ കമ്പനികളെ നമ്മൾ ചെന്ന് കണ്ട് അങ്ങനെയൊക്കെ ഇത് ബുക്ക് ചെയ്യുന്നത്. എന്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് പറഞ്ഞില്ല കാലാവസ്ഥ ശരിയാകത്തോണ്ട്. കാലാവസ്ഥ ഗൈസ് എത്ര കിടക്കണേ നോക്കി ആകാശത്ത്. ഏകദേശം വെടിക്കെട്ട് കഴിയാറായിട്ട് എല്ലാരും പോവും കേട്ടോ. ഗൈസ് നോക്കൂ, അതായത് ഏകദേശം വെടിക്കെട്ട് കഴിയാറായി. കാരണം ഓരോന്നായിട്ട് ഗൈസ് നോക്കൂ. അങ്ങനെ നമ്മൾ തുർക്കിയിലെ കപ്പഡോക്കയിലുള്ള ആ കാഴ്ചയും രാവിലെ വന്ന് കണ്ടു. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കാണേണ്ടതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. ഇവിടെ 2-3 സ്ഥലം കൂടെ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് സൺ ഒന്ന് നല്ല രീതിയിൽ പൊങ്ങി കഴിഞ്ഞാൽ അതും കൂടെ കണ്ടിട്ട് വേണം പോകേണ്ടി. ഇന്നലെ നല്ല കിടിലനായിരുന്നു, ഇന്നും കിടിലൻ തന്നെയാണ്. കിടിലിന് ഒരു കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ ചെറുക്കൻ ഇവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നമ്മൾ ഒന്ന് കമാൻഡ് കൊടുക്കേണ്ട താമസം മാത്രം. എന്തായാലും എല്ലാ സ്ഥലവും വളരെ മനോഹരമായിരിക്കുന്നു. ഏകദേശം സംഭവമൊക്കെ പൊങ്ങി ഏതൊക്കെ വഴിക്കൊക്കെ പോകുന്നു. ടൈം കഴിഞ്ഞു, 7 മണി വരെ ഉള്ളൂ. 7 മണി കഴിഞ്ഞ് നിർത്തണമെന്നുള്ളത് ആണോ? ഓക്കെ, ഏകദേശം അതോടുകൂടി കഴിയാറായിരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെപ്പോലെ തന്നെ എത്ര ക്യാരവാനുകളാണെന്നറിയാം. 1, 2, 3 ക്യാരവാനുകളല്ല, ചറ ക്യാമ്പർവാനുകളാണ് ഇവിടെ കിടക്കുന്നത്. നോക്കടാ അങ്ങോട്ട് നോക്കടാ, എന്റെ തിരുമന്ത കാണിക്കാതെ എത്ര ക്യാമ്പറ കിടക്കണേന്ന് നോക്കി. ഗൈസ് 1, 2 ഒന്നും അല്ല. രാവിലെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബോധവും കിട്ടുന്നില്ല. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന കേട്ടോ. അതെ അങ്ങോട്ടൊക്കെ നോക്കി അവിടെയൊക്കെ 2-3 പൊങ്ങി തുടങ്ങി കേട്ടോ. അതെനിക്ക് തോന്നുന്നതേ ഗൈസ്, എനിക്ക് തോന്നുന്നു താമസിച്ച് എണീറ്റ് വന്ന ആരൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലേ, ഇത് ഇത്ര പേരില്ലാതെ പോകൂല. അഡ്വാൻസ് ഒക്കെ പൈസ കൊടുക്കണം, എന്നാലേ കാര്യം നടക്കുള്ളൂ. നമ്മൾ ഇന്ന് വരാന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. അഡ്വാൻസ് പോളണ്ട് വണ്ടി കേട്ടോ. ഈ വണ്ടി കൊള്ളൂല കേട്ടോ. ഇത് ഫൈബർ അടിച്ച് പൊളിഞ്ഞു പോകും നമ്മുടെ ഓട്ടോ ഓടിക്കാൻ. അത് മറ്റേ ഫിയറ്റ് ആട്ടോ. ആ വണ്ടി സൂപ്പർ ആട്ടോ. 4 വർഷമായെന്ന് പറഞ്ഞു ഈ പരിപാടി തുടങ്ങി. ആണോ? പക്ഷെ നല്ലൊരു മനുഷ്യനാട്ടോ. ആദ്യം വണ്ടി ഓഫ് ആക്കാൻ പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞാൽ വണ്ടി ഓഫ് ആക്കി. പിന്നെ പുള്ളിക്കാരൻ ഭയങ്കര കമ്പനിയായി. ഓഫ് ആക്കിയില്ല പുള്ളി എന്ത് ചെയ്തേ? ഓഫ് ആക്കിയില്ല പുള്ളിക്കാരൻ വണ്ടിയുടെ ഒച്ച കേട്ടോണ്ടിരിക്കും. നമുക്ക് ഭാഷ അറിയത്തില്ല. മെഷീൻ ഓഫ് എന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്താ രസം, എന്താ ഫീലിംഗ്. ഇത് കാണുമ്പോൾ എനിക്ക് ഒന്നാ പറയാനുള്ളൂ, ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അവർ വണ്ടർ വാട്ട്. ഇതിപ്പോ നമ്മുടെ മേളിൽ കൂടെ പോട്ടോ. ഇനി അടുത്തതാ ഇത് ഗോവന്ന് വന്നാണോ? അതിനാ GOLA അല്ല, ഇത് വേറെന്താ എഴുതിയേക്കുന്നത്? കോള. ഇത് ഓരോ കമ്പനികളുടെ അലിവിനെ ദിവസം ഇവർക്ക് ഒരു നമ്മുടെ നാട്ടിലൊക്കെ ബസ് മേടിച്ചിടുന്ന ഇവിടെ ഇതേപോലത്തെ ഒരു ഹോട്ട് ബലൂൺ മേടിച്ചിട്ടാ മതി കേട്ടോ. കാശാ അല്ലേ ലിവിനെ? അതുപോലെ റിസ്ക് എടുക്കണം. പിന്നെ റിസ്ക് എടുക്കാതെ റിസ്ക് തിന്നാൻ പറ്റുമോ? കഴിച്ച് നോക്കി ഒരെണ്ണം താന്ന് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് മെയിൻ റൂട്ട്. എന്നോടാ യാസിൻ പറഞ്ഞു ഇവിടെ നിന്നാ മതി, കാലക്കും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഹോട്ട് ബലൂൺ എന്തായാലും നന്നായി കേട്ടോ. അതെ, അവിടെയൊക്കെ പൊങ്ങുന്നുണ്ട് കേട്ടോ. പൊങ്ങുന്നുണ്ട്, പക്ഷെ അത്ര ഇല്ല. ഇതുണ്ടോ ഇവിടെയൊക്കെ പുതിയത് പൊങ്ങി വരുന്നുണ്ട്. ഇതുണ്ടോ ഇങ്ങനെ ശോഷിച്ചിരിക്കുന്ന ബലൂൺ ആണ്. അതിന്റെ അകത്ത് എയറോ സാധനമൊക്കെ അടിച്ചു കയറ്റിട്ടാണ് ഈ സാധനം വർക്ക് ആകുന്നുള്ള കാര്യം ഏകദേശം സ്റ്റാർട്ട് ആക്കണമെന്നോ എഞ്ചിൻ പിടിച്ചു അല്ലേ? ഇതെന്താ എഞ്ചിൻ അങ്ങനത്തെ എന്താ പരിപാടിയാണോ? ഇതിന്റെ താഴത്തെ സെറ്റപ്പ് ഉണ്ടോ വിൻഡിന്റെ, അതാണ് കാറ്റിനനുസരിച്ച് ചലിക്കുന്നത്. ഒരു പക്ഷി വന്നിടിച്ചാൽ കഥാ കുത കേട്ടോ. അങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ്. ഇതിന്റെ മേളിലൊക്കെ വന്ന് മറ്റേ എന്തോ ഒരു സാധനത്തിൽ വന്നിട്ട് ചാടി ഇറങ്ങുന്ന ടീമൊക്കെ ഉണ്ട് കേട്ടോ.
കേട്ടോ. ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ റെഡ് ബുള്ളുകാരാണ് ഇങ്ങനത്തെ സാഹസിക പരിപാടികൾ മൊത്തം ചെയ്യുന്നത് ആയിരിക്കാം. ഗൈസ് എന്തായാലും നമുക്ക് തൊട്ടിപ്പുറത്തും ഇഷ്ടംപോലെ ഹോട്ട് ബലൂണുകൾ കാണാം, ഇവിടെയും കാണാം. ഇങ്ങോട്ടാണ് എല്ലാം പോയത്. ഇപ്പൊ അത്യാവശ്യം ആകാശത്ത് കുറച്ചുണ്ട്, നേരത്തെ കണ്ടമാനമുണ്ട്, അവിടെ ഉണ്ട് കേട്ടോ. പോയാരും തിരിച്ചു വന്നു. അതൊക്കെ ഓരോ സ്ഥലത്ത് പോയി ലാൻഡ് ചെയ്തു, ഓരോ സ്ഥലത്ത് പോയി ലാൻഡ് ചെയ്തു കേട്ടോ. നോക്കിയേ എന്താ ഹ്യൂജ് ഓഫ് വലുപ്പം നിങ്ങൾ നോക്കിക്കേ, എന്താ രസം കാണാൻ. നോക്കിയേ, തട്ടിയില്ല എന്ന് പറഞ്ഞ പോകുന്നത്. അതാ അതിൻ്റെ അകത്തൊരു അഡ്വഞ്ചർ കേട്ടോ. അങ്ങനെയാണല്ലോ ഇതിന്റെ ഒരു സുഖം കിട്ടുന്നതും. ലോകത്തിന്റെ കിടപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 1.5 കിടപ്പാ അല്ലേ ഗൈസ്. അവനെ വണ്ടിയിൽ നിന്ന് ഹോൺ ചെയ്യാം. എന്താ രസം. എടാ ഇതൊക്കെ ഇന്ത്യക്കാരുടെ വെഡിങ് ഷൂട്ടിങ്. ഇത് എന്തോ ഒരു ഇന്ത്യക്കാരാന്ന് നോക്കിയാൽ വെഡിങ് ഷൂട്ടിങ്ങിനും പരിപാടിക്കൊക്കെ വരുന്നത്. ഇവിടെ ഉണ്ട് ഗൈസ്, നോക്കിയിട്ടുണ്ടോ? ഇതൊക്കെ ഇന്ത്യക്കാരാട്ടോ വെഡിങ് ഷൂട്ടിങ്ങും പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്പോ അത് കലക്കി. ഇപ്പഴാട്ടോ നല്ല കിടിലൻ ക്ലൈമറ്റ് വന്നേ. ഷേടാ സൂര്യൻ ഇപ്പം വന്നപ്പോഴത്തേക്കും വേറെ മൂടായി. ഇതിന്റെ ഇപ്പം ബലൂണുകൾ അത്യാവശ്യം ആയിട്ടോ. തട്ടിയില്ലാന്ന് പറഞ്ഞാ പോകുന്നത്. നമ്മളെന്തോ നല്ലതല്ലേ ഇവിടെ വന്ന് നിന്ന് കാരണം ഏറ്റവും കൂടുതൽ ഇവിടെയാണ് സാധനം വരുന്നത്. എല്ലാരും വണ്ടി തട്ടിയിട്ട് വന്ന് അതിനുള്ളിൽ കയറിയിരിക്കുന്നു, ഹലോ എന്നൊക്കെ പറഞ്ഞിട്ടാ നിൽക്കുന്നത്. ഇങ്ങനെയാണല്ലേ മെക്കാനിസം. മറ്റേ സാധനം ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യും കാറ്റിനനുസരിച്ച്. മെക്കാനിസം കേട്ടോ. നല്ല ക്ലൈമറ്റ് വന്നു ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഈ കാഴ്ച ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല കിടിലൻ സെറ്റപ്പ് ആയിപ്പോ കേട്ടോ. എന്താ ഭംഗി, എന്താ ബ്യൂട്ടി, എന്താ അതിന്റെ മനോഹാരിത. ഗൈസ് അമ്മോ ഇതെന്നാ സെറ്റപ്പാ. ഇത് നോക്കിയേ, വേറൊരു രീതിയിലുള്ള സെറ്റപ്പ്. കിടിലൻ സ്ഥലം, എന്താ ലുക്ക് നോക്കിയേ ഗൈസ്. ഈ ഒരു സ്പോട്ട് കിടിലനാട്ടോ. അങ്ങോട്ടും അടിപൊളി തന്നെ കേട്ടോ. കലക്കി പിടിച്ചോടാ. സായിപ്പേ ഞങ്ങക്ക് കുളിസിയും പിടിക്കുന്ന സാധനം തന്നു. ഓ ഇത് വളരെ അടുത്ത് കാണാം കേട്ടോ. 2 കുളിസിയും പിടിച്ചിട്ട് വരാം. ഇവിടെ ഒടുക്കത്തെ ക്ലാരിറ്റി കേട്ടോ. എങ്ങനെയുണ്ട്? ഹീസ് ഗോയിങ് ഹിയർ. നല്ല മനുഷ്യൻ. On this side, the people there. Yeah. So many peoples. Here, you can. This is the focus. Yeah, focus. Zooming. Yeah, that is to better see. എങ്ങനെയുണ്ട്? ഞാനിതെല്ലാം കോളമാക്കുന്നു. അടിപൊളിയാണോ? ഇത് നമുക്ക് പറ്റിയ സാധനം അല്ലല്ലോ പിന്നെ. ഇതൊക്കെ സായിപ്പ്. ഓ യാ. It's not bad, huh? It's small. No, this is good, very good clarity. You know, you can have a big one. That's but this is the carrying very problem. This is very good. In this size, the best. In this size. ഈ സൈസാണ് ഏറ്റവും നല്ലത്. മനസ്സിലായോ? കുളിസിയും പിടിക്കാൻ പോകണേ ഇതാണ് നല്ലത്. നന്നായിട്ട് നമുക്ക് ഒതുക്കി പിടിച്ചോണ്ട് പോകാം. മറ്റേ വലുതും കൊണ്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ കാണും. കുറ്റിക്കാട്ടിരുന്ന് പിടിക്കാൻ പറ്റുമെന്നൊക്കെ പുള്ളി പറയുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ. വെരി നൈസ്. പുള്ളി എന്നോട് ചോദിക്കുക, അവിടെ 2 ഇന്ത്യക്കാരുണ്ടായിരുന്നു, അത് ആണാണോ പെണ്ണാണോ എന്ന് ഇതിൻ്റെ അകത്തൂടെ നോക്കി പറയാം. എന്നാ പറയണ്ട പുള്ളിയോട് ഞാൻ. അപ്പൊ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു അതെ പെണ്ണ് തന്നെ. അപ്പൊ എന്നോട് പറയാം, മറ്റേ ഒരുത്തനുണ്ടല്ലോ അവൻ എന്നോട് പറഞ്ഞു ഇത് ആണാന്ന്, അതുകൊണ്ട് ഞാൻ നിന്നോട് നോക്കാൻ പറഞ്ഞു. നീ ഇന്ത്യക്കാരനല്ലേ, അതുകൊണ്ട് നിനക്കത് മനസ്സിലാവും എന്നുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലായല്ലോ. ഇതാണ് ഇവിടുത്തെ. എന്തായാലും അങ്കിൾമാർക്കൊക്കെ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും കേട്ടോ, അതിന്റെ ഒരു സെറ്റപ്പ്. എന്തായാലും നമുക്ക് ഈ കാണുന്ന കിടിലൻ സ്ഥലം, ഈ കാഴ്ച, ഇതൊരു വലിയ വിരുന്നായിരുന്നു. ഇവിടെ വന്നില്ലായിരുന്ന ഭയങ്കര ഒരു മിസ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. അതെ, അത് നമുക്ക് എന്നാ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. യെസ്, എന്തായാലും ഫൈനലി ഫിനിഷ് ആയല്ലോ. വിട്ടാലോ, നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് മാർക്ക് ചെയ്യാം. അടുത്തെന്ന് വെച്ചാൽ ഡ്രോൺ ആദ്യം എടുത്തു നോക്ക്. യെസ്, ഫൈനലി നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇനി മാർക്ക് ചെയ്യാൻ പോവാട്ടോ. അതായത് നമ്മുടെ സ്വിറ്റ്സർലൻഡില് നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ പുള്ളിക്കാരന്റെ വണ്ടി ആട്ടോ. And you see a number like this. Hey, G, you have to be careful because in Switzerland it means attention, dangerous. Because they people they can drive. And usually they have white socks like this. But it's true. And police stop you. Guys, ഇത് വാട്ടറിന്റെ എന്തോ സംഭവം കേട്ടോ. ഇത് വാട്ടറിന്റെ എന്താ പരിപാടി. ഫുൾ സെറ്റപ്പ് ആണ് കേട്ടോ. ഇത് ഫുൾ സെറ്റപ്പ് വണ്ടിയാണ്. ഇത് ബെൻസിന്റെ സ്പ്ലിൻഡർ ഏതോ പുതിയ മോഡൽ, നല്ല കിടിലൻ സാധനം. അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ തള്ളി വരുന്നുണ്ടോ. ഒരു ക്യാമ്പ് ചെയ്യുന്ന ചെയർ, പിന്നെ അവർ വീഡിയോ എടുക്കും. അടിപൊളി. ഇത് ഫുള്ള് പുതിയ സാധനം കേട്ടോ. ഗൈസ് നോക്ക്, പുള്ളിക്കാരന്റെ ഉള്ളിൽ നശിച്ച് നാരണക്കല്ലേക്ക് കിടക്കുക. വാൻ ലൈഫിന്റെ വണ്ടികളൊക്കെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഞാൻ ഇന്നലെ കണ്ട എല്ലാ ആൾക്കാരുടെയും വാഹനങ്ങൾ ഏകദേശം ഇങ്ങനെയായിരുന്നു. അപ്പം ഉള്ള എന്നോട് എടുത്തോളം പറഞ്ഞു, പിന്നെ നമ്മൾ അപമാനിക്കുന്നതിന് തുല്യമായി. ഇപ്പോൾ നമ്പർ പ്ലേറ്റ് സാധനമൊക്കെ ഭയങ്കര റഫ് ആട്ടോ. ഉണ്ടോ, റഫ് ഫീലിംഗ് വണ്ടിക്ക്. നല്ല കട്ടിയുണ്ട് വണ്ടിക്ക്. ഇതുണ്ടോ കിടക്കാൻ. റാപ്റ്റർ. ഗൈസ് ഇതാണ് സ്റ്റെപ്പിന്. ഇവര് കിടന്നുറങ്ങിയത് ഇങ്ങനത്തെ സാധനമൊക്കെ വെച്ച് സേഫ്റ്റിയില്ല. നമ്മളൊരു തേങ്ങ ഇല്ലാതെ ഇന്നലെ കുന്നിൻപുറത്ത് ആണോ റഫ് ടെറൈന് വേണ്ടി ചെയ്തു വെച്ചേക്കുന്ന കേട്ടോ. ഇതൊക്കെ ഇവിടെയൊക്കെ എന്തോ എക്സ്റ്റൻഷൻ ചെയ്ത് വെച്ചാൽ വേണ്ടിയുള്ള സംഭവം, കാല് തട്ടായിരിക്കാനുള്ള. അതാണ് ഇത് എക്സ്റ്റൻഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഓ ഗൈസ്, എന്തായാലും കലക്കി. പുള്ളിയുടെ സാഹിബിന്റെ വണ്ടിയും കണ്ടു കേട്ടോ. എന്നാ പറഞ്ഞ I am the owner. This one
പുള്ളിക്കാരനാണ് ഇതിന്റെ ഓണർ. അപ്പൊ ഞങ്ങൾ ഇവിടെ വണ്ടി ഇതേപോലെ തുറന്നിട്ടേക്കും കേട്ടോ. കിട്ടില്ല നോ പ്രോബ്ലം. താക്കോൽ എടുത്തായിരുന്നു. ഉണ്ടോ? ഇല്ല. പുള്ളിക്കാരന് പിക്ചർ എടുക്കണമെന്ന്. ആയിക്കോട്ടെ, എടുത്തു. ഇവിടെ ഒരു ചെറുതൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം വലുത് തന്നെയാ. ഇവിടെ ഈ കാണുന്ന ബലൂൺ നിറയ്ക്കുന്നത് കണ്ടു. ടാറ്റ ആണോ? അല്ലല്ല, ടാറ്റ അല്ല, ടയോട്ട കേട്ടോ, ഹൈലക്സ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇപ്പൊ ഇത് നിറയ്ക്കുന്നത് മനസ്സിലായി. വലിയ ഫാന് വെച്ചിട്ട് ഇതിങ്ങനെ നിറയ്ക്കുക കേട്ടോ. ഇത് കൊള്ളാം, അടിപൊളി. എന്താ ലുക്ക് ഗൈസ്, വമ്പൻ ഇതാട്ടോ. അതായത് വമ്പൻ വലിയ ഫാന് വെച്ചാൽ നിറയ്ക്കുന്നത്. എന്നാ സൗണ്ടാന്നറിയാവോ? ഇപ്പൊ നിറച്ച് പൊക്കുമായിരിക്കും. ഇത് കൊള്ളാലോ, അടിപൊളി കേട്ടോ. ബലൂണൊക്കെ കുറഞ്ഞു കേട്ടോ, ബലൂണൊക്കെ തീർന്നു. എല്ലാ പരിപാടി കഴിഞ്ഞു. നല്ല ക്ലൈമറ്റ് ആയിപ്പോ. പോകാനല്ല, അത് പോകാനാ, പ്രൈവറ്റാ. പഠിക്കുന്നോ? ഇടയ്ക്കിടയ്ക്ക് തീ കത്തിക്കുന്നുണ്ടോ അതിന്റെ അത്ര? ഇതുണ്ടോ അത് സാധനം വീർപ്പിക്കുന്നത്? തീ കത്തിക്കുമ്പോ എന്നാ അതാണ് വീർപ്പിക്കുന്നത്. എന്നാ തീയാടാ. ഇപ്പം പൊങ്ങുന്നത്. പെട്ടെന്ന് ഇതാവും അല്ലേ? ഗൈസ്, അതിനകത്ത് തീ കൊടുക്കുന്നത് പെട്ടെന്ന് ആവും കേട്ടോ ഗൈസ്. അതായത് ഇതേപോലെ ഇങ്ങനെ ചീറ്റിച്ചാട്ടോ ഇത് പൊക്കുന്നേ. കൊള്ളാം. കലങ്ങി പോയില്ലടാ. വേറൊരുത്തൻ അവിടെ പിടിച്ചോണ്ട് പഠിപ്പിക്കുന്ന കേട്ടോ. ഈ ഡ്രൈവിംഗ് സ്കൂൾ പോലത്തെ എന്തോ സംഭവമാണ്. അതാണ് സാധനം. നമുക്ക് എന്നാന്നുള്ള കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. എന്തൊക്കെയോ പൊക്കവും പിടിക്കുകയും പരിപാടിയൊക്കെ കേട്ടോ. എന്നുള്ള കറക്റ്റായിട്ട് അറിയത്തില്ല ഗൈസ്. എന്തായാലും ഇന്ന് മൊത്തത്തില് സംഭവം കുറവാ കേട്ടോ. എന്തായാലും നമുക്ക് പോകാം. കുറേ സ്ഥലങ്ങൾ ഇവിടെ കാണുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ഒരൊറ്റ മസ്റ്റ് വാച്ചബിൾ ഉണ്ട്. അതും കൂടെ കണ്ടിട്ട് കഥം പരിപാടി ഞങ്ങള് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഐ എം ഗോയിങ് അനദർ പ്ലേസ്. അവൻ സ്റ്റുഡന്റ് ആണ്. അതായത് കണ്ടോ, അവൻ മാത്രം പറക്കാൻ പഠിക്കുന്ന കേട്ടോ. അത് അവനോട് ഞങ്ങൾ ചോദിച്ചും പറഞ്ഞു സ്റ്റുഡന്റ് ആണ്. അല്ലടാ? അതെ, സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ ഗൈസ്, നോക്കൂ. അപ്പോൾ ഈ സ്ഥലത്തിനോട് വിട പറഞ്ഞ് ഞങ്ങൾ പോകുവാണ്. അപ്പൊ അടുത്ത കിടിലൻ സ്ഥലത്ത് കാണാം. അപ്പം വീണ്ടും മറ്റൊരു വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ. ആയതുകൊണ്ട് ഏറ്റവും ഇനി എവിടെയെങ്കിലും പോയിട്ട് ഉറങ്ങണം. ഇന്നലെ ഉറങ്ങാതെ നമ്മൾ ഇരുന്നാണ് നമുക്ക് ഈ വീഡിയോ കിട്ടിയത്. പ്രാക്ടീസ് ഗൈസ്. നോക്കൂ. അപ്പം നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ചേട്ടൻ കുടിക്കാന്നാ തോന്നുന്നത്.